ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുനിക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവൻ ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 1 kg അളവിലുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഓവൻ ഇല്ലാതെ ബേക്കറിയിലോട്ടൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണും കൂടെ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനും അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു പ്രാവശ്യം അരിച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ എല്ലാ റെസിപ്പീസും ചെയ്യാറുള്ളത്. അപ്പോൾ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഫ്ലഫി ആയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് 4-5 ബാച്ചസ് ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ പൊങ്ങിയിട്ടിരിക്കും. അതേപോലെ തന്നെ നടുഭാഗം കുഴിഞ്ഞു പോകുന്ന പ്രശ്നവും കേക്ക് ഹാർഡായി പോകുന്ന പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗം പലപ്പോഴും ഹാർഡായി പോകുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട്. നമ്മൾ ഗ്രീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിലോ ബട്ടറോ ഇട്ട് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗം നല്ല ഹാർഡായിട്ട് പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഫ്രൈങ് പാനിൽ കേക്ക് ഉണ്ടാക്കുന്ന മെത്തേഡും കാണിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഫ്ലെയിം ലോ ആക്കി കൊടുത്തതിന് ശേഷം 25 to 30 മിനിറ്റ് വരെ ഈ കേക്കൊന്ന് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു സമയം കൊണ്ട് കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീമും കൂടെ ബീറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1.25 കപ്പ് ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് 1 kg അളവിലുള്ള കേക്ക് ഐസിങ് ചെയ്യാൻ 1.25 കപ്പ് ക്രീം വേണം. ഇനി 1/2 കിലോൻ്റെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും അതിന് കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ മതി. അപ്പോൾ ഓരോ കേക്കിനും അതിൻ്റേതായ അളവിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം ലെയർ ചെയ്തിട്ട് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നൂറിൻ്റെ 34 നമ്പർ ടിപ്പാണ് കേട്ടോ. ഈ ഒരു ഐസിങ് ടിപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി 2 ലെയേഴ്സും ചെയ്തെടുക്കാം. അപ്പോൾ ഷാർപ്പ് എഡ്ജ് കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതുകൊണ്ടാണ് കേട്ടോ വീണ്ടും കാണിക്കാത്തത്. ഐസിങ് ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഷാർപ്പ് എഡ്ജ് കിട്ടാവുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ക്രം കോട്ട് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മെയിൻ ഐസിങ് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ ആദ്യം തന്നെ മെയിൻ ഐസിങ് ചെയ്യാറാണ് കേട്ടോ ഉള്ളത്.
ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചെറീസും കൂടെ വെച്ച് കൊടുക്കുവാണ്. ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്റ്റാർ നോസലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലിൽ പ്രത്യേകിച്ച് നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചെറീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ്സിലോട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ സാധാരണ പച്ചക്കറിയൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രേറ്ററിലാണ് കേട്ടോ ഇത് അരിഞ്ഞ് വെക്കുന്നത്. അത് അരിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഹാർഡാവും. അതിനുശേഷം കേക്കിലോട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതാകുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് കേക്കിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു 1 kg അളവിലുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത്.